പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ ചെയ്യുക, മാതാപിതാക്കളുടെ മരണം കണ്ടാലേ ഈ മക്കൾ അടങ്ങൂ എന്ന് വെച്ചാൽ എന്താ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നെല്ലേപ്പള്ളിയിൽ നിന്നും ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വാർത്ത. മകനെ രക്ഷിക്കാൻ ശ്രമിച്ച ഉമ്മയാണ് ഇവിടെ മരണപ്പെട്ടത്. പടച്ച റബ്ബേ, എന്തൊക്കെ വാർത്തകളാണ് ദിവസേന കേൾക്കുന്നത്. ഈ പിള്ളേരെയൊക്കെ നമ്മൾ നോക്കുന്നത് കുറച്ച് കൂടിപ്പോയി. അതാണ് എന്നുവെച്ചാൽ എല്ലിൽ കുത്തിപ്പോയി എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെ. നെല്ലേപ്പള്ളി നരിച്ചിറ സ്വദേശിനി ജോറാമയാണ് മരണപ്പെട്ടത്. 53 വയസ്സാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മക്കൾ കാരണം മാതാപിതാക്കൾ മരണപ്പെട്ടു പോവുക, എന്തൊരവസ്ഥയാണിത്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി പോയി. സഹിക്കാൻ പറ്റുന്നില്ല, ഈ നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നുവെങ്കിലും ചില മരണവാർത്തകൾ നമ്മളെ വേദനിപ്പിക്കാറുണ്ട്, നമ്മൾ സ്റ്റക്കായി പോകാറുണ്ട് ആ വാർത്തകൾ കേട്ടിട്ട്. ഒരുപാട് കുടുംബത്തിൻ്റെ വേദനയിൽ നമുക്ക് ഇതുപോലുള്ള വാർത്തയിലൂടെ നമുക്ക് പങ്കുചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പാവം, ഈ ഒരു ഉമ്മ മരണപ്പെടുന്നത് അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഇവരുടെ മകൻ മഫ്ലു എന്ന 25 വയസ്സുകാരൻ വിഷം കഴിച്ചതാ. വിഷം ഉള്ളിൽ ചെന്ന മകനുമായി ആംബുലൻസിൽ ആ ഉമ്മ മകനെയും കൊണ്ട് ബേജാറോടെ അതിവേഗം പോയതായിരുന്നു. അതിവേഗത്തിൽ പാഞ്ഞ ആ ഒരു ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് ഈ ഒരു ഉമ്മ മരണപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മയുടെ ആ ഒരു അവസ്ഥ. പടച്ച റബ്ബേ, ആ ഉമ്മക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. മകനെ രക്ഷിക്കാനുള്ള പെടാപ്പാടിനിടയിൽ പാപം ആ ഉമ്മ മരണപ്പെട്ടുപോയി. അതാണ് നമുക്ക് ഏറെ വേദനയായി പോയത്. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ഈ സംഭവം നടക്കുന്നത്. പാലക്കാട് കാടാങ്കോട് ജംഗ്ഷനിൽ വെച്ചാണ് അപകടമുണ്ടായത്. എതിരെ വരുന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ ആംബുലൻസ് വെട്ടിച്ചപ്പോഴാണ് നിയന്ത്രണം വിട്ട് റോഡരികിലെ ഒരു കടയുടെ മതിലിലിടിച്ച് ആംബുലൻസ് മറിയുന്നത്. അതിലേറെ നമുക്ക് സങ്കടമായത് ആ പിതാവിൻ്റെ കാര്യം ഓർത്താണ്. ഈ ചെറുക്കൻ്റെ പിതാവ് മുഹമ്മദ് ഹനീഫ ഈ വിവരം അറിയുന്നത് പള്ളിയിൽ നിസ്കരിച്ച് മടങ്ങുന്നതിനിടെയായിരുന്നു. മകൻ ഇങ്ങനെ വിഷം കഴിച്ചിട്ടുണ്ടെന്നും അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ആ പാവം മനുഷ്യൻ ആകെ ബേജാറിലായി. അത് കുറച്ച് കഴിഞ്ഞ് കേൾക്കുന്ന വാർത്ത മകനെ കൊണ്ടുപോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ട വിവരവുമാണ്. അദ്ദേഹം ആകെ തളർന്നു പോയിരുന്നു. ഈ വിഷം കഴിച്ച ചെറുക്കനെ ആദ്യം കൊണ്ടുപോകുന്നത് ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു. അവിടെ വിദഗ്ധ ചികിത്സ ഇല്ലാത്തതുകൊണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വിഷം ഉള്ളിൽ ചെന്ന മകൻ ഗുരുതരാവസ്ഥയിലാണ്. അവന് ഇപ്പോൾ എന്തു പറ്റിയെന്ന് ശരിക്കുമുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാലും പടച്ച റബ്ബ് ഷിഫയാക്കി കൊടുക്കട്ടെ. അവൻ എന്ത് പറ്റിയെന്ന് ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും അവിടുത്തെ നാട്ടുകാരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു അപകടം കാരണം ആ ഒരു അപകടം നടന്ന ആ ഒരു പ്രദേശമാകെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ആംബുലൻസ് ഇടിച്ച ആ ഒരു കടയിലെ ജോലിക്കാര് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇതേ സമയം ഈ ആംബുലൻസിൽ ഉണ്ടായിരിക്കുന്നത് ഈ ചെറുക്കൻ്റെ ഉമ്മ ജോറാമ, പിന്നെ ഒരു നേഴ്സ്, മരുമകൻ റഹീമും പിന്നെ ബന്ധുവായ റഹ്മത്തും എന്നിവർക്ക് പരിക്കുകളും ഏറ്റിട്ടുണ്ട്. ഇവരെയൊക്കെ ഉടനെ തന്നെ മറ്റൊരു ആംബുലൻസ് വഴി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജോറാമയാണ് മരണപ്പെട്ടു പോയത്. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ആയിപ്പോയാൽ എന്താ ചെയ്യുക? ആ ചെറുക്കൻ്റെ അവസ്ഥ എന്തുണ്ടെന്ന് അറിയില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ ഉമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരുപാട് സങ്കടമായി പോകുന്നത്. മക്കൾക്ക് വേണ്ടി ജീവൻ ബലിയാടാക്കുകയാണ് മാതാപിതാക്കൾ. ഇന്നത്തെ മക്കൾക്ക് സ്നേഹബന്ധം എന്നത് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അവരൊന്നും അറിയുന്നില്ല, അവര് സ്നേഹം അറിയുന്നില്ല. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ചെറിയ പ്രായത്തിൽ അവർ കാണുന്നത് മൊബൈല് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത്, കൊറോണ വന്ന സമയത്താണ് ഇങ്ങനെയുള്ള മാരണങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ വന്നത്. ആ ഒരു സമയത്താണ് ഓൺലൈൻ ക്ലാസ് വന്നതും മൊബൈലിനെ കുറിച്ച് അറിയാത്തവർ വരെ മൊബൈലിനെ കൊണ്ട് കളിക്കുകയും കുഞ്ഞുങ്ങളുടെ പഠനവും ഒക്കെ മൊബൈലിലായി മാറി. പല അപകടങ്ങളും അബദ്ധങ്ങളും ഇതിനെ കൊണ്ടുവരികയാണ്. എത്ര മക്കളാണ് ഇതിന് അഡിക്ഷനായി പോയത്. പടച്ച റബ്ബേ എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ. ആ ചെറുക്കൻ എന്തിനായി ഈ പണി പറ്റിച്ചത് എന്നറിയില്ല. എന്നാലും പടച്ച റബ്ബ് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മാതാവിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണേ. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്.
അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ഈ ഉമ്മക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഇവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമ്മയുടെ ഖബറ് നീ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, വിഷമുള്ളിൽ ചെന്ന ഇവരുടെ മകൻ ഗുരുതരാവസ്ഥയിലാണ് റബ്ബേ. ആ മകനെ രക്ഷിക്കാൻ ചെന്നപ്പോഴാണ് റബ്ബേ പടച്ച റബ്ബിൻ്റെ വിളി വന്നത്. ആ മകന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അബദ്ധം പറ്റിപ്പോയതാണ് റബ്ബേ. ക്ഷമിച്ചു കൊടുക്കണേ റബ്ബേ, പൊരുത്തപ്പെട്ടു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അബദ്ധത്തിലും അപകടത്തിലും ഒക്കെ പെടാം റബ്ബേ. നീ തന്നെ അവരെ കാക്കണേ റബ്ബേ. നീ തന്നെ അവരെ സംരക്ഷിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആരും മുഷിപ്പ് തോന്നരുത്. എല്ലാവരും ഈ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരെയും തൊട്ട് പടച്ച റബ്ബ് കാക്കുമാറാകട്ടെ.